നമുക്ക് കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ ഒരു അപകട വാർത്ത വരുന്നു. ഉള്ളിയേരിയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചിരിക്കുകയാണ്. 2 കാറുകളും പിക്കപ്പ് വാനും സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കാൽനട യാത്രക്കാരി റോഡ് മുറിച്ച് കടക്കുന്നതിനാണ് അപകടം. കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറകിലെത്തിയ വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ഏതായാലും പരിക്കൊന്നുമില്ല എന്നത് ആശ്വാസകരമാണ്. ശരത് എസ് എസ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്ത്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? നമുക്ക് കാണാം, ആ കാർ ബ്രേക്ക് ഇട്ടതാണ് ഇവരെ തട്ടാതിരിക്കാൻ, റോഡ് മുറിച്ചു കടക്കുന്നതിനിടയ്ക്ക് തട്ടാതിരിക്കാൻ. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. വിനീത്, അതായത് പേരാമ്പ്ര ഉള്ളിയേരി റോഡിലെ ചാലിക്കരയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 4 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 2 കാറും ഒരു പിക്കപ്പ് വാനും ഒരു സ്വകാര്യ ബസ്സും. ആദ്യം ഈ പറയുന്ന നേരെ സൂചിപ്പിച്ചതുപോലെ ഒരു കാൽനട യാത്രക്കാരിയെ റോഡ് മുറിച്ച് കിടക്കാൻ നോക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു കാർ വന്ന് നിർത്തുന്നത്. പെട്ടെന്ന് കാർ നിർത്തിയതോടെ തന്നെ പുറകിലുള്ള വാഹനങ്ങളും സമാനമായ രീതിയിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടുപുറകെ വന്ന സ്വകാര്യ ബസ് നിയന്ത്രിക്കാൻ സാധിക്കാതെ വേഗതയിൽ മറ്റു വാഹനങ്ങൾ കൂടി ഇടിച്ചു തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 4 വാഹനങ്ങളും കൂട്ടയിടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പറയുന്ന പോലെ 2 കാറും പിക്കപ്പ് വാനും സ്വകാര്യ ബസ്സും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആശ്വാസകരമായ കാര്യം, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. കാൽനട യാത്രക്കാരി ഈ റോഡിന്റെ സ്പീഡ് ബ്രേക്കറൊക്കെയുള്ള, ഇത് സീബ്ര ക്രോസ് അല്ല, വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സ്പീഡ് ബ്രേക്കറാണ്. അവിടെ ഇത്തരത്തിൽ പെട്ടെന്ന് കാറ് വന്ന് നിർത്തുന്നു. പിന്നാലെ മറ്റു വാഹനങ്ങൾ പുറകെ വന്ന് നിർത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അത് പിക്കപ്പ് വാനിനെ ഇടിച്ചതോടുകൂടി തന്നെ മറ്റുള്ള മുൻപുള്ള കാറുകളെ ഇടിച്ച് തെറിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും 4 വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ശരി, ശരത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന്.